ഷിംജിത മുസ്തഫയ്ക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. സംഭവം നടന്ന് 6ാം ദിവസമാണ് ദീപകിന്റെ മരണത്തിൽ ഷിംജിത അറസ്റ്റിലായത്. സമൂഹമാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ദീപക് ജീവനൊടുക്കിയത്. സംഭവത്തിൽ ഷിംജിതയ്ക്കെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കഴിഞ്ഞ ദിവസം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഭാരതീയ ന്യായ സംഹിത 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് പ്രതിക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിൽ പ്രതികരിച്ച് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ കുടുംബം ഇന്നലെ രംഗത്തെത്തി. പോലീസിനെതിരെ കുടുംബം നേരത്തെ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഷിംജിതയെ പോലീസ് സഹായിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച കുടുംബം സ്ത്രീക്കും പുരുഷനും ഒരേ നിയമമല്ലേ എന്ന് ചോദിച്ചു. ഷിംജിതയെ പോലീസ് വാഹനത്തിൽ കയറ്റാതെ സ്വകാര്യ വാഹനത്തിൽ കയറ്റിയത് എന്തിനെന്നും യുവതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എന്തിന് വൈകിയെന്നും കുടുംബം ചോദിച്ചു. അറസ്റ്റ് വൈകിയതിനാൽ തെളിവ് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. ഒരു പ്രതിക്ക് ഇത്രയേറെ സംരക്ഷണം ഒരുക്കുന്നതെന്തിനെന്നും ദീപകിന്റെ കുടുംബം ചോദിക്കുന്നുണ്ട്. വടകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരവെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തിക്കുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കാൻ കാത്തുനിന്നിരുന്നു. എന്നാൽ പ്രതിയെ നേരിട്ട് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. SI VR അരുണിന്റെ സ്വകാര്യ കാറിലാണ് പ്രതിയെ കോടതിയിലെത്തിച്ചത്. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് M ആതിരയ്ക്ക് മുന്നിൽ ഹാജരാക്കി 10 മിനിറ്റ് കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി. പോലീസ് വാഹനത്തിൽ മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. പയ്യന്നൂരിൽ സ്വകാര്യ ബസ്സിൽ വച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് കഴിഞ്ഞ ദിവസമായിരുന്നു ജീവനൊടുക്കിയത്. തുടർന്ന് ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. എന്തായാലും ഷിംജിതയുടെ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഈ വീഡിയോ എഡിറ്റ് ചെയ്തതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പുലർച്ചെ മുതൽ മെഡിക്കൽ കോളേജ് പോലീസ് വടകര മേഖലയിലുണ്ടായിരുന്നു. ഇന്നലെ മുട്ടുങ്ങൽ, മീത്തലങ്ങാടി, ബന്ധുവീടുള്ള മയ്യന്നൂർ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന് വടകര പോലീസും സഹായിച്ചിരുന്നു. എന്നാൽ 12-ന് ശേഷം ഈ സംഘം മടങ്ങിയെന്ന വിവരം ലഭിച്ചു. സംഘത്തിലുള്ള മിക്കവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഷിംജിത എവിടെയുണ്ടെന്ന വ്യക്തമായ വിവരവുമായാണ് പോലീസ് വടകരയിൽ എത്തിയതെന്നാണ് സൂചന. അറസ്റ്റ് വിവരം അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചത് പ്രകാരമാണ് വടകര പോലീസ് പോലും അറിയാതെ സംഘം മടങ്ങിയതെന്നും സംശയിക്കുന്നുണ്ട്. അതേസമയം ഞായറാഴ്ചയാണ് ദീപക് ജീവനൊടുക്കിയത്. യുവതിയുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് ദീപകിന്റെ അമ്മ കന്യക തിങ്കളാഴ്ച രാവിലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. യുവതി വീഡിയോയിലൂടെ തന്റെ മകനെ അപമാനിച്ചെന്ന് പരാതിയിൽ പറയുന്നു. യുവതി മനഃപൂർവ്വം നടത്തിയ ക്രൂരവും അന്യായവുമായ പ്രവൃത്തിയാണ് മകന്റെ മരണത്തിനിടയാക്കിയതെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു. തുടർന്നാണ് പോലീസ് കേസെടുത്തത്.